നമുക്ക് ഇന്ന് റൂമിനകത്തിരിക്കണോ അതോ കാർ പോസ്റ്റ് ഐ മീൻ മഴയൊന്നും ഇല്ലല്ലേ? ഇല്ല, ഇന്ന് പുറത്തിറങ്ങാല്ലേ. കുറെ നാളെ നമ്മൾ ഔട്ട്ഡോർ സെഷനില് കാറിനകത്ത് മാത്രമല്ലാതെ നമ്മുടെ ആ പാർക്കിങ്ങിന്റെ ഗ്രൗണ്ടിൽ നടന്ന് വീഡിയോ എടുത്തിട്ട് കുറെ നാളുകളായി അല്ലേ? അപ്പൊ ഇന്ന് അങ്ങനെ എടുക്കാം. മഴയ്ക്ക് മുമ്പ് നമ്മുടെ കഷ്ടകാലത്ത് നമ്മൾ ഇറങ്ങുമ്പോഴേക്കും മഴയും കൂടി വരുന്നത്. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ പ്ലോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹോട്ടലിന്റെ പാർക്കിംഗ് സ്പേസിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്നമല്ല, കളറില്ലാത്ത നല്ല പച്ച വെളിച്ചം പോലത്തെ, പച്ച വെള്ളം പോലത്തെ വൈറ്റ് റമ്മാണ് നമ്മൾ നടിക്കാൻ പോകുന്നത്. നമ്മുടെ കണ്ടന്റും വൈറ്റ് റമ്മുമായിട്ട് വളരെയധികം ബന്ധമുള്ളത് കൊണ്ടാണ് ഇന്ന് അതേ സാധനം നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ചൂസ് ചെയ്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. സോ കണ്ടില്ലല്ലോ, നമുക്ക് സാധനം പോയി മേടിച്ചാലോട്ടോ. അങ്ങനെ ചെയ്യും. സോ ലെറ്റ്സ് ഗോ ഗൈസ്. വൈറ്റ് എന്ന് പറയുമ്പോൾ ലെമൺ വൈറ്റ് ഉണ്ട്, പക്ഷെ അത് നമുക്ക് വേണ്ട. ഓക്കെ അല്ലേ? നമുക്ക് വൈറ്റ് റം വേണ്ട. ഹെർക്കുലീസ് ഉണ്ട്, പക്ഷെ ഹെർക്കുലീസിന്റെ ചെറുതില്ലല്ലോടോ. ചെറുത് വേണം. 890 രൂപ ഉള്ളു ഫുള്ളിന്. ഹെർക്കുലീസ് എനിക്ക് അതവിടെ ഇരിക്കട്ടെ. ചില്ലുപ്പി കാണുമ്പോൾ അറിയാം. ഓൾഡ് മങ്കിന് എത്രയാണ്? ഓൾഡ് മങ്കിന് 1050 ഫുള്ള്. ലേമോണ്ടിന് 940. പക്ഷെ ലേമോണ്ട് നമ്മളെ കഴിഞ്ഞൊരു റീസെന്റ് കൊച്ചി വീഡിയോ ചെയ്തോളൂ. എന്തായാലും വൈറ്റ് റം ഉള്ളി, വേറെ ഒന്നും നോക്കുന്നില്ല. സിംഗിൾ മോൾട്ട് ആത്മോ. അപ്പൊ എങ്ങനെയാണോ, നമുക്ക് വേണമെങ്കിൽ ബക്കാടി ഓറഞ്ച് എടുത്താലോ? ബക്കാടി ഓറഞ്ച് നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. നമ്മൾ പണ്ട് റമദ ട്രൈ ചെയ്തതാ, പിന്നെ ബക്കാടി ഓറഞ്ച് ട്രൈ ചെയ്തിട്ടില്ല. അപ്പൊ ഇന്ന് അതിനെടുക്കാം. എത്ര രൂപ നോക്കി? ഓറഞ്ച് ജ്യൂസാ? ഓറഞ്ച് ജ്യൂസാ? അങ്ങനെ ആ ശരി, അവൻ എന്താണ് മിക്സ് ചെയ്ത് തന്നത്. എത്ര രൂപ അതിന്? 980 രൂപ. ആ സ്ഥാനത്ത് ഹെർക്കുലീസ് നമ്മളെ മാടി വിളിക്കും അങ്ങോട്ട്. 890 രൂപയുള്ളൂ. ഏതാണോ? ബക്കാടി ഓറഞ്ച് തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ഇന്ന് നമ്മൾ വേറെ ടോപ്പിക് വീഡിയോ അല്ലേ, എന്നാ പിന്നെ ഹെർക്കുലീസ് എടുക്കുന്നത്. അത് കണ്ടിട്ട് ചാരായം പോലെ ഇരിക്കുന്നില്ലോടോ. ഹെർക്കുലീസിന്റെ കുപ്പിയൊക്കെ കണ്ട് ചാരായ കുപ്പിക്കകത്ത് വെറുതെ സ്റ്റിക്കർ ഒടിച്ച് തന്നതുണ്ടല്ലോ. 910 രൂപ. 910? അതിന് 980 ബക്കാടി ഓറഞ്ച് പൈന്റിന്. എന്ത് വേണം? ഇതിന്റെ ക്വാളിറ്റി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഹെർക്കുലീസ് എന്ന് പറയുന്ന ഒരു പവർഫുൾ സ്ട്രോങ് ആയിട്ടുള്ള വൈറ്റ് റമ്മാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ചെറിയൊരു ആശയക്കുഴപ്പമായിരുന്നു. ഐ മീൻ ഹെർക്കുലീസ് വേണോ അതോ ബക്കാടി വേണോ എന്നുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നെങ്കിൽ പോലും നമ്മൾ സാമ്പത്തിക ലാഭം മാത്രമല്ല, നമുക്ക് എന്താണോ ഗുണം ചെയ്യുന്നത്, ഐ മീൻ നമ്മുടെ അറിയാലോ, ഒരു ആസ് എ ബിസിനസ് എന്നാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഫുള്ള് മേടിച്ചു. നമ്മൾ ഒറ്റയ്ക്ക് ഫുള്ള് മേടിച്ച് തീർക്കാൻ പോകുന്ന സ്വപ്നത്തിൽ പോലും ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ എനിഹൗ നമ്മൾ സാധനം മേടിച്ചു. ഇനി മഴയൊക്കെ വീഴും, അതിനും നമുക്ക് ഓപ്പൺ എയർ സ്പേസിലുള്ള വീഡിയോസ് എല്ലാം വേട്ടൊന്ന് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അധികം വലിച്ചിടുന്നില്ല. ഡ്രങ്കൻ ക്യാമറയ്ക്ക് പിന്നിൽ അത്യാസന്റെ നിലയിൽ റെഡി ആയിട്ടിരിക്കുകയാണ്. സോ ഹിയർ വി ഗോ ആൻഡ് വെൽക്കം ബാക്ക് ടു മധ്യപാനി. സീറ്റ് അങ്ങ് നമുക്ക് അല്ല പിന്നെ പണിയാവും. ഓക്കെ, എല്ലാം വൃത്തിയായിട്ട് ഉപയോഗിക്കാറുള്ളൂ. അത് മദ്യമായാലും എന്തായാലും. വെള്ളം അടിക്കുന്നതിന് മുമ്പ് വെള്ളം അടിക്കുന്നത് എല്ലാം ക്ലീൻ, എല്ലാം കളയുമല്ലോ തൊണ്ടേന്ന്. ഫ്രഷ് ആയിട്ട് മദ്യം മാത്രമേ വരുന്നുണ്ട്. അതിനൊരു മുന്നറിയിപ്പ് അല്ലേ? മുന്നറിയിപ്പ് കൊടുക്കുക. ഇന്ന് ഈ ഗ്ലാസ് ആണല്ലേ? മറ്റേ ഗ്ലാസ് എല്ലാം വണ്ടി സർവീസിങ് കൊടുത്തപ്പോൾ എടുത്ത് മാറ്റിക്കളഞ്ഞു. ഇത് മാത്രം ഒളിപ്പിച്ച് വെച്ചിരുന്ന ഗ്ലാസ് ആയിരുന്നു. ഓഹോ, കപ്പലണ്ടി ആണോ? അതിനകത്തൊന്നും ഇല്ലോടോ കപ്പലണ്ടി. ഞാൻ കഴിച്ചത് നഷ്ടോട് ഇതോടെ ചെമ്മീൻ എനിക്ക് ഇഷ്ടമല്ലോ. ചെമ്മീൻ എനിക്ക് ഇഷ്ടമല്ലോ. ചെമ്മീൻ അച്ചാർ എനിക്ക് ഇഷ്ടമല്ല. ഉണക്ക ചെമ്മീൻ താൻ കഴിച്ചോ? എനിക്ക് കപ്പലണ്ടി മതി. ഓക്കെ. അപ്പോൾ നമ്മുടെ കമ്പനിക്കാരൻ ഹെർക്കുലീസ് ആണ് ഗൈസ്. ഹെർക്കുലീസ് സ്പെഷ്യൽ വൈറ്റ് റം.
910 രൂപയാണ് അതിൻ്റെ MRP കൊടുത്തിരിക്കുന്നെങ്കിൽ 940 രൂപയാണ് നമ്മുടെ ഇത് വാങ്ങിയത്. 42.86% അല്ലേ, 75 മില്ലി, 25 UP, എന്തൊക്കെ സാധനമാണോ. കാസ്നോവ ഡിസ്റ്റിലറീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടയം. നാടകം, കോട്ടയത്ത് നാടകം അല്ലേ. സോ അത്രയൊക്കെ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. 42.86% ABV, VV, 75% പ്രൂവ് ആണ്. നല്ലൊരു സാധനമാണ്, നല്ലൊരു പവർ ഹൗസ് സാധനമാണ് ഇവൻ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് മറ്റൊരു കമ്പനിക്കാരെ കൂടെ കാണിക്കേണ്ടതായിട്ടുണ്ട്. അതെന്തിനാന്ന് ഇപ്പോൾ നിങ്ങൾ പലരും ചോദിക്കും, എന്തിനാണ് ഒരു നല്ലൊരു കമ്പനിക്കാരനുണ്ടല്ലോ ഫുള്ളിൻ്റെ കുപ്പി ഉണ്ടായിട്ടും എന്തിന് വെറുതെ അനാവശ്യമായ ഒരു ബിയറും കൂടെ മേടിച്ചത്. പക്ഷെ ഞാൻ പലപ്പോഴും പറയണം, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള രീതികളുണ്ട്. വി ഹാവ് അവർ ഓൺ വേ ഓഫ് ഡ്രിങ്കിങ്. സോ കാരണം ഞങ്ങൾക്ക് എപ്പോഴും ഒരു ബിയർ ഇങ്ങനെ അടിച്ച് തുടങ്ങാനാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. അതിപ്പോൾ എത്ര നമ്മൾ കൊച്ചി പോകും, അത് പൊതുവേ നമ്മൾ അല്ല റെസ്റ്റോറൻറ്റ് നമ്മൾ കൊച്ചി പോകുമ്പോഴാണ് എവിടെ പോയാലും നമ്മൾ ബിയർ അടിക്കാറുണ്ട് ഏത് വീഡിയോയ്ക്ക് മുമ്പും. പക്ഷേ അത് നിങ്ങളെ കാണിക്കാറില്ല എന്ന് മാത്രമാണ് എപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മളെന്തിനാണ് ഉള്ള കാര്യങ്ങൾ മറയ്ക്കുന്നത്, ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ നിങ്ങളിൽ ഒളിക്കാൻ പാടില്ല. ദാറ്റ്സ് വാട്ട് വി ബിലീവ്. അതുകൊണ്ടാണ് ഞങ്ങൾ അതും കൂടെ കാണിക്കുന്നത്. അപ്പോൾ ഓരോ ചെറിയ പെഗ് ബിയർ അടിച്ചാലോ മിസ്റ്റർ ഡ്രാങ്കൻ, ഒരു 90 അടിച്ചാലോ ബിയർ, അങ്ങനെ പറയേണ്ടത്. സോ ലെറ്റ്സ് ഡു ദിസ് ഗായ്സ്. ഇതല്ലേ ഓക്കെ. അപ്പോൾ ഓരോ 90 ഇല്ല പൊഹയൊക്കെ വീഴുന്നില്ല അകത്തോട്ട്. യെസ്, സ്റ്റിക്കർ ഇല്ല. എന്താണോ ബിയർ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തീർത്തു പോയാ കുറച്ച്. ഇത് ലാസ്റ്റിന് വേണ്ടി വെച്ചിരിക്കുക. This is the first round of beer. And cheers to you. Top 10 best selling white റംസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോണത്. മനസ്സിലായിട്ട് അങ്ങനെ ചെയ്യും. അതിൽ ഏകദേശം ഒരു കുറേ ബ്രാൻഡ്സ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആ ബ്രാൻഡ്സ് ഇതിനകത്ത് വരുന്നതാണ്. എങ്കിൽ പോലും നമ്മൾ ഇങ്ങനൊരു ടോപ്പിക് ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. നമ്മൾ ഒരുപാട് ബെസ്റ്റ് റംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, ബെസ്റ്റ് ആൽക്കഹോൾസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പർട്ടിക്കുലർ ക്ലാസ് നമ്മൾ ചെയ്യുന്നത് വളരെ കാര്യങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ നല്ല ബ്രാൻഡ് വാല്യൂ ഉള്ള 10 വൈറ്റ് റമ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ വീഡിയോ പരിസമാപ്തിയിലേക്ക് എത്താറായി നമ്മുടെ ഈ ഒരു തീം. സോ വെൽക്കം ബാക്ക്. സ്റ്റേ ട്യൂൺ ഫോർ ദ വീഡിയോ. സ്റ്റേ ട്യൂൺ ഫോർ ദ മിസ്റ്റർ ഡ്രങ്കൻജി. പണി തുടങ്ങിയാലോ? ഓക്കേ. കട്ട കിടന്ന് ഒഴിക്കില്ല, ചെറിയ ഒഴി ഒഴിക്കാവുള്ളേ. പരിപാടി തുടങ്ങിയോ? തീർച്ചയായിട്ടും. പട്ടച്ചാരെ ഗ്ലാസ്സിൽ ഇപ്പൊ വേറെ ഉണ്ടാന്നുള്ള ഒരു ആയതുകൊണ്ടേ മണം വരുന്നു. സോഡയാണോ? ശരി, സോഡ ഒഴിച്ചിട്ട് പിന്നെ വെള്ളം കുടിക്കല്ലേ? എന്നാലും ഒഴിക്കട്ടെ. ഹെർക്കുലീസിനെ കുറിച്ച് കൂടുതൽ റിവ്യൂടെ ഒന്നും ആവശ്യമില്ല, കാരണം നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല, 2 പ്രാവശ്യം ചെയ്തിട്ടുള്ള. സോ cheers.
ഡ്രങ്കൻ, എന്റെ അഭിപ്രായത്തിൽ ഹെർക്കുലീസ് അടിക്കാൻ വെള്ളമാണ് നല്ലത് അല്ലേ? അതാകുമ്പോ ആ ഒരു ലയത്തിലങ്ങ് അടിക്കാം. നമ്മൾ പൊതുവെ വൈറ്റ് റം മേടിക്കുമ്പോഴും അല്ലെ വോഡ്ക മേടിക്കുമ്പോഴും നമ്മൾ എപ്പോഴും ഇപ്പൊ ഈടായിട്ട് വെള്ളമേ കഴിക്കാറുള്ളൂ. അപ്പൊ അതാ ബെറ്റർ എന്ന് എൻ്റെ ഒരു അഭിപ്രായം. താങ്കൾ പറഞ്ഞ പോലെ അല്ല, ഞാൻ വെള്ളം വാങ്ങിച്ചത് വെള്ളം ഒഴിച്ചടിക്കാണ്. അതെ, ഞാൻ പിന്നെ നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാല്ലേ. നമ്മുടെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് കയ്യിൽ എന്തെങ്കിലും വേണം. ഓരോ മിന്നിക്കുട്ടിയെ ഒഴിപ്പിച്ചാളോ? എനിക്ക് വേണ്ടേ? പുറത്തേക്ക് പോകല്ലേ? ഓ, വെള്ളം ഒഴിച്ചാൽ മതിയോ? മതി. മിസ്റ്റർ ഡ്രങ്കൻ, ഈ റൗണ്ട് നമുക്ക് വെള്ളം മതിയോളൂ. വെള്ളമല്ലോ. അപ്പോൾ നമുക്ക് ടോപ്പ് 10-ലെ 10 സ്പോട്ട് തൊട്ട് തുടങ്ങാം. ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും, ഒരുപക്ഷെ ഞാൻ ആദ്യമായിട്ട് കേൾക്കലും ഞാൻ കേട്ടിട്ടുള്ള ബ്രാൻഡാണ്. പക്ഷെ അത്ര നമുക്കിടയിലൊന്നും അത്ര പോപ്പുലർ ആയിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഉള്ളൊരു ജനതയ്ക്ക് അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു വൈറ്റ് റം അല്ല ഞാനിപ്പോൾ പറയാൻ പോണത്. ഹവാന ക്ലബ് എന്ന് പറയുന്ന ഒരു എക്സ്ക്വിസിറ്റ് വൈറ്റ് റം ആണ് 10ാം സ്ഥാനത്ത്. എൻ്റെ ഒരു ചോയ്സ് ആയിട്ടോ ഞാൻ പറഞ്ഞത്. ഇതൊരു ട്രഡീഷണൽ ഒഫീഷ്യൽ കൗണ്ട് ഒന്നുമല്ല, ജസ്റ്റ് മൈ ചോയ്സ് ഓഫ് ഷോർട്ട് ലിസ്റ്റിംഗ്. ഹവാന ക്ലബ് എന്ന് പറയുന്ന ഒരു വൈറ്റ് റം ആണ് 10ാം സ്ഥാനം. നല്ല ഹൈ ക്വാളിറ്റി, പ്രീമിയം ക്വാളിറ്റി ഷുഗർ കെയിൽ നിന്നും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള വാട്ടർ സബ്സ്റ്റൻസിൽ നിന്നുമാണ് ഹവാന ക്ലബ്ബ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആക്ച്വലി മനസ്സിലായി, 130 വർഷത്തെ ക്യൂബൻ പരിചയമുള്ള സാധനമാണ് ഹവാന ക്ലബ് എന്ന് പറയുന്ന സാധനം. സിട്രസ് ഫ്ലേവറും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ഹവാന ക്ലബ് എന്ന് പറയുന്നത്. ബെസ്റ്റ് സെല്ലിംഗ് ആകുമ്പോൾ അതുപോലുള്ള ക്വാളിഫൈഡും ക്വാളിറ്റി ഉണ്ടാവണമല്ലോ. സോ ദാറ്റ്സ് എ തിങ്, ഹവാന ക്ലബ്. കമ്മിങ് ബാക്ക് ടു ദ ടോപ്പ് 10 ലിസ്റ്റ്, 9th സ്പോട്ടിൽ ഏതാണ്? പ്ലാന്റേഷൻ 3 സ്റ്റാർസ്. അതെ, പ്ലാന്റേഷൻ 3 സ്റ്റാർ എന്ന് പറയുന്ന ഒരു വൈറ്റ് റം ആണ് 9ാം സ്ഥാനത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇൻ മധ്യപാനീസ് ടോപ്പ് 10 ലിസ്റ്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിൽ ഇൻ കരീബിയൻ ആൻഡ് ഏജ്ഡ് ഇൻ ഓക്ക് ബാരൽസ് ഫോർ 1 year. അതെ, 1 വർഷം ഓക്ക് ബാരൽസിൽ ഏജ് ചെയ്യുന്ന ഒരു സാധനമായതുകൊണ്ട് തന്നെ വെരി പവർഫുൾ സാധനമാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. പ്ലാന്റേഷൻ 3 സ്റ്റാർസ് എന്ന് പറയുന്ന വൈറ്റ് റം ഇത് വളരെയധികം പോപ്പുലർ ആണ് ഇന്ത്യയിൽ ഒട്ടാകെ. നമ്മുടെ കേരളത്തിൽ അധികം പോപ്പുലാരിറ്റി ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയിൽ ഇറ്റ്സ് എ വെരി റിനൗൺഡ് ബ്രാൻഡ് ഓഫ് എ വൈറ്റ് റം. തന്നെ പ്ലാന്റേഷൻ 3 എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വളരെയധികം പോപ്പുലർ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇത് വളരെയധികം കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ കോക്ടെയിൽസ് ഒക്കെ മേക്ക് ചെയ്യാനായിട്ടൊക്കെയാണ്. ഇതിൻ്റെ ടേസ്റ്റ് നോട്ടും ആരോമയൊക്കെ പറയുന്നത് വാനിലയുടെയൊക്കെ നല്ല അടിപൊളി മണമാണെന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. ഫ്ലേവറിനെ കുറിച്ച് പറയുമ്പോഴാണെങ്കിലും ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ. വൈറ്റ് റം ആണെന്ന് നിങ്ങൾ മറക്കരുത്, വൈറ്റ് റം ആണ്, പക്ഷേ ബട്ട് എ ഗുഡ് ഫ്ലേവർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വാനിലാണ് ഇവർ അവകാശപ്പെടുന്നത്. സൂപ്പർ സാധനം അറിയും, കാരണം വൈറ്റ് റംസിൽ നമ്മൾ ഒരിക്കലും ഇമാതിരി സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല. കാരണം നമ്മൾ വൈറ്റ് റംസിൽ നോർമലി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്താണ്? പ്യുവർ സ്പിരിറ്റിൻ്റെ ആ ഒരു ഫ്ലേവറാണ്. അതുകൊണ്ട് തന്നെ ഈ വാനിലയും അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഫ്ലേവർ ഒരു വൈറ്റ് റമ്മിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഐ ഹാവ് ടു ട്രൈ ദിസ് വൺസ് ഇൻ മൈ ലൈഫ് ടൈം. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ്. നമ്മുടെ ചാനലിൽ ഒരുപാട് പ്രാധാന്യം ഉള്ള ഒരു ബ്രാൻഡാണ്. ഒരുപാട് തവണ നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള, ഈ വളരെ റീസെൻ്റ് ആയിട്ടും കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലല്ല, അക്രോസ് ദ ഗ്ലോബ് എവിടെയായാലും വളരെയധികം താരമൂല്യം ഉള്ള ഒരു ബ്രാൻഡ് ഓഫ് എ ലിക്കറാണ്. താരമൂല്യം ഉള്ള ഒരുപാട് വ്യക്തികൾ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡ് ഓഫ് എ വൈറ്റ് റം ആണ്. താങ്കൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനം ബക്കാഡി. ബക്കാഡിയുടെ എല്ലാ ഫ്ലേവർ ഉണ്ടെങ്കിൽ പോലും ടിപ്പിക്കലി ഇറ്റ്സ് എ വൈറ്റ് റം. വൈറ്റ് റം ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, വൈറ്റ് റമ്മിന്റെ എഫക്റ്റ് എന്ന് പറയുമ്പോൾ കാട്ടാ ബ്ലാങ്ക, ബക്കാഡിയുടെ കാട്ടാ ബ്ലാങ്ക, അതാണ് ഏറ്റവും പവർഫുൾ അമംഗ് ദ ബക്കാഡി സീരീസ്. ഓരോ ബ്രാൻഡിനും അതിൻ്റെതായിട്ടുള്ള വ്യത്യസ്തതയുണ്ട്, അതിൻ്റെതായിട്ടുള്ള പഞ്ചുണ്ട്, പവറുണ്ട്, സുഖമുണ്ട്. നിങ്ങൾക്കറിയാം, ബക്കാഡി കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ബക്കാഡി ഇത്ര അധികം പോപ്പുലർ ആയത്. ഇന്ത്യയിൽ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, എവരിവെയർ ബക്കാഡി ഈസ്, അതിനെല്ലാം ഫാൻ ബേസ് ഉണ്ടാവും. കാരണം അതുപോലൊരു ക്ലാസ് അപ്പാർട്ടാണ് ബക്കാഡി എന്ന് പറയുമ്പോൾ. ബക്കാഡി എല്ലാം റമ്മാണ്, ബക്കാഡി ഒന്നും വോൾക്കേഴ്സ് അല്ല, എല്ലാത്തിനും ഫ്ലേവേർഡ് റംസ് ആണ്. നിങ്ങൾക്കറിയാം, നമ്മൾ കുറച്ച് മുമ്പ് മേടിക്കാൻ പോയ ബക്കാഡിയുടെ ഓറഞ്ച് ഉൾപ്പെടെ ബക്കാഡി ഗുവ സീരീസ്, എവറിത്തിങ് ഈസ് വെരി മച്ച്ലി പോപ്പുലർ. അത്രയും ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു റമ്മാണ് ബക്കാഡി. ഓക്കെ മിസ്റ്റർ ഡ്രങ്കൻ ജി, അടുത്ത പോയിന്റിലേക്ക് പോകണമെങ്കിൽ ഇത്തിരി ഇന്ധനം വേണം. കൊല്ലൂടെ തന്നെ നമുക്ക് വട്ടച്ചാറാണ്. വെള്ളം നിറച്ചൊഴിച്ചു തുളുമ്പട്ടെ. ഓക്കെ, ഡൺ.
ഓക്കെ ഗായ്സ്, കമ്മിങ് ടു ദ 7th സ്പോട്ട്. ഇത് ആക്ച്വലി വളരെ പഴക്കമേറിയ ഒരു റമ്മാണ്, വൈറ്റ് റമ്മാണ് ആക്ച്വലി. ഇറ്റ്സ് കോൾഡ് ബാങ്ക്സ് 5. അതെ, ബാങ്ക്സ് 5 എന്ന് പറയുന്ന വൈറ്റ് റമ്മാണ് 7th സ്പോട്ടിൽ നിൽക്കുന്നത്. ഇത് ആക്ച്വലി പണ്ട് കാലത്തെ കരീബിയനിൽ ഉൽപ്പാദിപ്പിച്ചെടുത്തൊരു സാധനമാണ്. പിന്നെ കാലങ്ങൾ കഴിയുന്നതോറും നമ്മുടെ ഇന്ത്യയിലേക്ക് അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഒരുപാട് പോപ്പുലാരിറ്റി കിട്ടിയ ഒരു വൈറ്റ് റമ്മാണ് ബാങ്ക്സ് 5 എന്ന് പറയുന്ന സാധനം. അപ്പോൾ ബാങ്ക്സ് 5നെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ ടിപ്പിക്കൽ നോട്ട്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മെയിൻലി കാരമൽ, വാനില ആൻഡ് ഹണി. നമ്മുടെ ഒരു യൂഷ്വൽ റമ്മിനുണ്ടാകുന്ന എല്ലാ സ്പെസിഫിക്കേഷനും ബാങ്ക്സ് 5 എന്ന സൂപ്പർ ക്വാളിറ്റി വൈറ്റ് റമ്മിനുണ്ട്. അതുകൊണ്ട് തന്നെ ആവണം ഇതിന് ഇത്രയും പോപ്പുലാരിറ്റി കിട്ടിയത്. കാരണം റം എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസ് നോട്ട്സ് എന്ന് പറയാം. അപ്പോൾ സൂപ്പർ ക്വാളിറ്റി സാധനമാണ്. എന്തെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. സോ വി ആർ ഗോയിങ് ടു മൂവ് ടു ദി നെക്സ്റ്റ് ഡ്രാങ്കനും ഒരുപാട് നാളുകൾ തേടി നടന്നൊരു സാധനമാണ്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് റെക്കമെൻഡ് ചെയ്ത് അതൊന്ന് മേടിച്ച് കഴിച്ച് റിവ്യൂ ചെയ്യൂ ഡ്രാങ്കൻ ചെയ്യാൻ MD എന്ന് പറഞ്ഞ് ഒരുപാട് നാളുകൾ തേടി നടന്നിട്ടും കിട്ടാതെ പോയൊരു സാധനം. ഈ വളരെ റീസെൻ്റ് ആയിട്ട് ഞാനും ഡ്രാങ്കനും ചെയ്തത് സെയിം സാധനം കോൺടെസ. ഓർമ്മയുണ്ടോ ഡ്രാങ്കൻ? കോൺടെസ വളരെ യാദൃശികമായിട്ട് നമ്മുടെ കൈകളിൽ വന്ന് ചേർന്ന് അതേ കോൺടെസ. സോ കോൺടെസ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലർ പറയും അത് ഭയങ്കര കട്ടിയുള്ള സാധനമാണ്, അത് കഴിക്കാനേ പറ്റില്ല. പക്ഷേ അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചോളം ഡ്രാങ്കനെ സംബന്ധിച്ചോളം അതൊരു സൂപ്പർ ക്വാളിറ്റി സാധനമാണ്. സ്മൂത്ത് ആയിട്ട് ഇറങ്ങിപ്പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുപോലെ ഓക്കെ ഗായ്സ്, അപ്പോൾ കമ്മിങ് ടു ദി നെക്സ്റ്റ് പോയിന്റ്, ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ട്രൈ ചെയ്ത് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് സെയിം ബ്രാൻഡ് ഓഫ് വൈറ്റ് റം. അതെ, ഹെർക്കുലീസ് എന്ന് പറയുന്ന സ്പെഷ്യൽ റമ്മാണ് ഇൻ ദ 5th സ്പോട്ട്. കാരണം ഹെർക്കുലീസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, കഴിച്ചിട്ടുള്ളവർക്കും അറിയാം, അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളവർക്കും അറിയാം. ഇറ്റ്സ് എ സ്പെഷ്യൽ റം. കാരണം വളരെ സ്മൂത്തായിട്ട് കുടിക്കാം, പക്ഷേ ഇറ്റ്സ് എ ബിറ്റ് പവർഫുൾ റമ്മും കൂടാണ്. നമുക്ക് കുടിക്കുമ്പോൾ സ്മൂത്തായിട്ട് തോന്നും, പക്ഷേ എഫക്റ്റും പവറും എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി ബിഗ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പവറും കിക്കുമാണ് ഹെർക്കുലീസ് റമ്മിന്. അത് കളറായാലും ഈവൻ ദ വൈറ്റ് റം ഹാസ് സ്പെഷ്യൽ പവേഴ്സ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് സ്പെഷ്യൽ റം. 5ാം സ്ഥാനത്തായും ഇത് നമ്മുടെ ചാനലിൽ താരതമ്യേന കുറച്ച് കൂടുതൽ വട്ടം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള വൺ ഓഫ് എ കൈൻഡ് ഓഫ് എ റം ആണ്. മറ്റൊന്നുമല്ല, കൊക്കോ കരീബ്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റം. കാരണം ഇതെന്ന് പറയുന്നത് നമ്മുടെ നോർമൽ റംസുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അതാണ് 100% ഒരു ഇതുമായിട്ടും ബന്ധമില്ല. അപ്പോൾ നമ്മുടെ നോർമൽ റമ്മുകളായിട്ട് അടിസ്ഥാനപരമായിട്ട് പോലും ഒരു ബന്ധമില്ലാത്തൊരു സാധനം. കാരണം അതിൻ്റെ ടേസ്റ്റ് ആയാലും നോസിങ് ആയാലും എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ ഫാമിലി ഓഫ് റംസ്. കാരണം വളരെ സ്വാദിഷ്ടമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു, നമുക്ക് ആസ്വദിച്ച് കഴിക്കാം, നമുക്ക് ഒരു പ്രത്യേക രസത്തിലിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു റമ്മാണ് കൊക്കോ കരീബ് എന്ന് പറയുന്നത്. അതിപ്പോൾ കൂടുതലായിട്ട് കട്ടിക്കൊഴിച്ചാൽ പോലും നമുക്ക് വളരെ ഈസി ടു ഡ്രിങ്ക് സാധനമാണ് കൊക്കോ കരീബ് എന്ന് പറഞ്ഞത്. ഞാൻ പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെടുന്ന റമ്മാണ്. എനിക്ക് മാലിബു കൂടെ ട്രൈ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പൈസി റം കൂടെ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളൊരു സാധനങ്ങളാണ് ഈ ഒരു പട്ടികയിലുള്ള സാധനങ്ങൾ. സോ ദാറ്റ്സ് ദ 5th സ്പോട്ട് ആൻഡ് ദ 4th സ്പോട്ട് കമ്മിങ് സൂൺ. ഈ വൈറ്റിങ്ങിനെ അടിച്ചടിച്ചൊരു വല്ലാണ്ടായിപ്പോയല്ലോടും. ഞാനാണെ കണ്ടമാനം ഒഴിച്ച് വെക്കുകയും ചെയ്യുന്നത്. എന്ത് ജീവിയോട് താൻ. നമുക്ക് നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന നമ്മുടെ ബിയർ അങ്ങ് എടുത്തൊന്ന് ചാമ്പിയാലോ? ഓക്കെ, ഞാൻ ഇതൊന്നും അടിച്ചേട്ടെ. ഓ, താനടിച്ചില്ലല്ലോ ഇത്ര നേരിട്ട്, കള്ള ഡ്രാഗൻ. ടച്ചിങ്സ് ഏത് വേണമെന്നുണ്ട് അങ്ങനെ സംശയം. ബിയർ ഞാനാണ് മുഴുവൻ ഒഴിച്ചത്, അതുകൊണ്ട് താങ്കൾ ഒഴിച്ചു കൊടുത്തവണ. കറക്റ്റ് ആണല്ലോ. ഓക്കെ ഗൈസ്, കമ്മിങ് ടു ദ 4th സ്പോട്ട്, 4ാം സ്ഥാനത്തെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരുപാട് ടേസ്റ്റുകളെ ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യമാണ്. സ്പൈസി ആയാലും സ്പൈസിനെസ് ആയാലും മധുരമായാലും സ്വീറ്റ്നെസ് ആയാലും എല്ലാ തരത്തിലുള്ള ടേസ്റ്റുകളും ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ മദ്യത്തിൻ്റെ കാര്യം എടുത്താലും അതേപോലെ തന്നെ പല തരത്തിലുള്ള ഫ്ലേവേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. എല്ലാത്തിനെയും സ്വാഗതം ചെയ്യും. അപ്പോൾ ഇന്ത്യയിലേക്ക് ഇതുപോലെ 2 കൈ നീട്ടി അല്ലെ 4 കൈ നീട്ടി സ്വീകരിച്ചൊരു സാധനമാണ് നമ്മുടെ 4th സ്പോട്ടിൽ ഉള്ളത്. ഓണീസ് വൈറ്റ്
റം എന്ന് പറഞ്ഞ സാധനമാണ് ദ ഫോർത്ത് സ്പോട്ട്. ഇന്ത്യ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡ് ഓഫ് വൈറ്റ് റം ആണ്. ഓണീസ് വൈറ്റ് റം എന്ന് പറഞ്ഞ സാധനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നോർമലി അത് കൺസ്യൂം ചെയ്യുന്നത് നീറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു കോക്ടെയിൽ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു റമ്മായിട്ടാണ് അതിനെ യൂസ് ചെയ്യുന്നത് പോപ്പുലർ ആയിട്ട്. ഓണീസ് വൈറ്റ് റമ്മിന്റെ ടേസ്റ്റ് നോട്ട് എന്ന് പറയുന്നത് ഒരു വെറൈറ്റിയാണ് ആക്ച്വലി. ഇതിന് ഒരു ബനാനയുടെയും കോക്കനട്ടിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് നോട്ടാണ്. നമ്മൾ ബനാന റമ്മുന്നത് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ പഴത്തിന്റെയും ഈ തേങ്ങയുടെ ഒക്കെ ഒരു ഫ്ലേവർ ആയിട്ടുള്ള തേങ്ങ നമ്മൾ കഴിച്ചിട്ടുണ്ട് കോക്കൊക്കെ ഇത്. അപ്പോൾ അതുപോലെ ഒരു വെറൈറ്റി സാധനമാണ് ഓണീസ് വൈറ്റ് റം എന്ന് പറയുന്ന സാധനം. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, ദ തേർഡ് സ്പോട്ട് നമ്മൾ തീരാറായി, ബ്രോൺസ് മെഡൽ വരെ എത്തി. ഓക്കെ ഗായ്സ്, കമ്മിങ് ടു ദ തേർഡ് സ്പോട്ട്. തേർഡ് സ്പോട്ടിലെ ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആർ വെരി വെരി പോപ്പുലർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലൊന്നുമല്ല, വീണാണുള്ളത് ഹൈലി പോപ്പുലർ ആയിട്ടുള്ള, ഈവൻ നമ്മുടെ പൈററ്റ്സ് ഓഫ് ദ കരീബിയൻ മൂവിയിൽ വരെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് സെയിം ബ്രാൻഡ് ഓഫ് എ വൈറ്റ് റം. അതേ ഗായ്സ്, വേൾഡ് ഫേമസ് ആണ്. അതായത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ നടത്താത്ത കാരണം സാധാരണ ഒരു അറിയപ്പെടുന്ന ഒരു ബ്രാൻഡുകൾ മാത്രമായിട്ട് ഞാൻ അറിയപ്പെട്ടിട്ടുള്ളൂ. സാധനം മൗണ്ട് ഗേ നമ്മളോട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പോലും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് പലരും. അപ്പോൾ ഞാൻ ഈ സാധനത്തെക്കുറിച്ച് എനിക്ക് കേട്ടിട്ടുള്ളതല്ലാതെ ഇതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. മൗണ്ട് ഗേ എന്ന് പറയുന്ന വൈറ്റ് റം ആണ് വേൾഡ് ഫേമസ്, ഹൈലി പോപ്പുലർ. അതുകൊണ്ടല്ലേ ഒരു വേൾഡ് ഫേമസ് ഓസ്കാർ പോലത്തെ ഒരു സിനിമയിൽ പോലും അത് വന്നത്. ഏത് പൈററ്റ്സ് ഓഫ് ദ കരീബിയനിൽ പോലും മൗണ്ട് ഗേ എന്ന് പറഞ്ഞ വൈറ്റ് റം യൂസ് ചെയ്യുന്നത്. ഒരുപാട് മോഡുലേഷൻസ് ഉണ്ടെങ്കിലും ഇന്ത്യയിൽ ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ വേരിയൻ്റ് ആണ്. അതിൻ്റെ മായവും ഫ്ലേവറും ഒന്നും ഇല്ലാത്ത, അതിൻ്റെ ഒന്നും ഇണങ്ങാത്ത ഒറിജിനൽ വേരിയൻ്റ് ആണ് ഇന്ത്യയിൽ കിട്ടുന്ന മൗണ്ട് ഗേയുടെ വേർഷൻ എന്ന് പറയുന്നത്. ബ്ലെൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആപ്രിക്കോട്ട്, പൈനാപ്പിൾ, ബനാന, ടോസ്റ്റി ഓക്ക്, അതൊക്കെയാണ് ഇതിൻ്റെ ടെക്സ്ചർ ആൻഡ് ഫ്ലേവറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കിതൊന്നും കഴിച്ചിട്ട് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് ആക്ച്വലി, അല്ലേ? അതുകൊണ്ട് തിരിച്ചു സെക്കൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇതും ഒരു ഫോറിൻ സാധനമാണ്. പക്ഷേ ഇന്ത്യയിൽ ഒരുപാട് വിറ്റൊഴിവുള്ളത്, വില കൂടിയ സാധനമാണെങ്കിൽ പോലും വിറ്റഴിവുള്ളതും ഒരുപാട് പോപ്പുലാരിറ്റി ഉള്ളതും ആയിട്ടുള്ളൊരു സാധനമാണ് വൈറ്റ് റം ആണ്. ഡോങ് ക്യൂ ക്രിസ്റ്റൽ എന്ന് പറയുന്ന ഒരു വൈറ്റ് റം ആണ് നമ്മുടെ സെക്കൻഡ് സ്പോട്ട്. ഇത് ഫൈനസ്റ്റ് ആയിട്ടുള്ള ഷുഗർ കെയിനിൽ നിന്നാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആക്ച്വലി. കാരണം നിങ്ങൾക്കറിയാം, റമ്മുകളെല്ലാം ഷുഗർ കെയിൻ ആണ്, നമ്മുടെ കരിമ്പിൽ നിന്നാണ് അതിന്റെ എല്ലാം പ്രൊഡക്ഷൻ ഉൽപ്പാദിപ്പിക്കുന്നത്. സോ ഇത് ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ഷുഗർ കെയിൻസിൽ നിന്നാണ് ഡോങ് ക്യൂ ക്രിസ്റ്റലിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത്. പിന്നെ കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ഏജ്ഡ് ആയിട്ടുള്ള ഓക്ക് ബാരൽസിലുമാണ് ഇതിന്റെ ഏജിങ് പ്രോസസ്സിംഗ് നടക്കുന്നത്. അത് അത്രയും സ്മൂത്ത് ആവാനും അത്രയും ഒരു പഞ്ച് കിട്ടാൻ വേണ്ടിയാണ് അത്രയും കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ഓക്ക് ബാരൽസിൽ അത് ഏജ് ചെയ്യുന്നതിന് ശേഷം അതിന്റെ ഏജിങ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഇത് ഡിസ്റ്റിലേഷൻ പ്രോസസ് ആണ്. ട്രിപ്പിൾ ഡിസ്റ്റിൽഡ് ആണ്. നമുക്കറിയാം, സിംഗിൾ ഡിസ്റ്റിലേഷൻ ഉണ്ട്, ഡബിൾ ഡിസ്റ്റിലേഷൻ ഉണ്ട്, ട്രിപ്പിൾ ഡിസ്റ്റിലേഷൻ ഉണ്ട്. നമ്മൾ പല ട്രിപ്പിൾ ഡിസ്റ്റിൽ ആയിട്ടുള്ള ബ്രാൻഡുകൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ബ്രാൻഡുകൾക്കൊക്കെ വളരെ സ്മൂത്ത്നെസ് കൂടുതലറിയും. നിങ്ങൾക്കറിയാം, കഴിച്ചിട്ടുള്ളവർക്ക് വളരെയധികം നല്ലപോലെ അറിയാം. അപ്പോൾ ട്രിപ്പിൾ ഡിസ്റ്റിൽഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഓഫ് എ വൈറ്റ് റം ആണ് ഡോങ് ക്യൂ ക്രിസ്റ്റൽ. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ യൂസേജ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും നീറ്റായിട്ട് കഴിക്കാനും, പിന്നെ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിന്റെ വിറ്റഴിവ് എന്ന് പറഞ്ഞെങ്കിൽ കോക്ടെയിൽസിന്റെ കൂടെ മേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വൈറ്റ് റം ആണ് ഡോങ് ക്യൂ ക്രിസ്റ്റൽ. അപ്പോൾ ഗൈസ്, we are going to move to the first spot of best selling white rums in India. Okay guys, it's time to move to the first spot of this list. അപ്പോൾ നമ്മൾ ഒരുപാട് ബ്രാൻഡുകൾ നമ്മൾ പരിചയപ്പെട്ടു. നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകൾ നമ്മൾ പരിചയപ്പെട്ടു. അതിന്റെ എല്ലാ സ്പെസിഫിക്കേഷൻസ് ആൻഡ് മോഡുലേഷൻസ് ആൻഡ് യൂസേജും എല്ലാ കാര്യങ്ങളും എംഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. So the first spot of the best selling white rums in India, and the number one spot is Denison Aged White. എന്തായാലും പേരൊക്കെ ആൾക്കാരുടെ പിള്ളേരുടെ പേരൊക്കെ ഇടുന്ന പോലെ ഡെനിസൺ ഏജ്ഡ് വൈറ്റ് എന്ന് പറയുന്ന സാധനങ്ങൾ. ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നത് കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഫോറിനേഴ്സോ അല്ലെങ്കിൽ മധ്യത്തിൽ PhD എടുക്കാൻ പോകുന്ന ആൾക്കാരോ ഒന്നുമല്ല. നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. That's all it matters for us. ഇത് എക്സ് ബോർബോൺ കാസ്ക്സില് 10 വർഷത്തോളം ഏജ് ചെയ്യും. മനസ്സിലായോ? 10 വർഷമേ, എന്താ ചില്ലറ കളിയൊന്നുമല്ല. ഇത് അറിയപ്പെടുന്നത് വൈറ്റ് റംസിൽ, അതായത് ഇന്ത്യയിൽ വിറ്റഴിവുള്ള വൈറ്റ് റംസിൽ ഏറ്റവും സ്മൂത്തസ്റ്റ് വൈറ്റ് റം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ 10 വർഷം ഏജ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം
അതിന്റെ പ്രോസസ്സിങ്ങും ഡിസ്റ്റിലേഷനും എല്ലാം കൊണ്ട് തന്നെ ഏറ്റവും സ്മൂത്തസ്റ്റ് വൈറ്റ് റം ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഫീൽഡ് ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ ബേസിക് ആയിട്ട് ഇതിന്റെ ആ ഒരു ഓക്ക് ആൻഡ് വാനില നോസിംഗ് ആണ് നമുക്ക് അനുഭവപ്പെടുന്നത്. കുടിക്കുമ്പോൾ നമുക്കുള്ള മണം എന്ന് പറയുമ്പോൾ വാനില എസൻസ് ആണ് കൂടുതൽ, വാനില ഫ്ലേവർ ആണ് കൂടുതൽ നമുക്ക് മൂക്കിലോട്ട് വരുന്നതാണ് അവർ പറയുന്നത്. അങ്ങനെ വാനില എല്ലാം മണത്തുകൊണ്ട് നമ്മൾ കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ വായിൽ വരുന്ന ടേസ്റ്റ് നോട്ട് എന്ന് പറയുമ്പോൾ ദ ബേസിക് ആയിട്ടുള്ള കാരമൽ, ഹണി ആൻഡ് പിന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സാധനം നേരത്തെ പറഞ്ഞ സാധനം ബനാന, നമ്മുടെ പഴം. ഇതിന്റെ എല്ലാം കോമ്പിനേഷൻ ഫ്ലേവേഴ്സ് ആണ് നമ്മുടെ ഇതിന്റെ ടേസ്റ്റ് നോട്ടായിട്ട് വരുന്നത്. അപ്പോൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇതും ഒരു കോക്ടെയിൽ മേക്കർ ആയിട്ടുള്ള ഒരു വൈറ്റ് റം ആണ്. അതിനകത്തൊരു ഡൗട്ട് ഇല്ല, കാരണം ഇത്രയും സ്പെസിഫിക്കേഷനും ഇത്രയും തിൻ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സാധനം കോക്ടെയിൽ മേക്കിങ്ങല്ലേ ഉപയോഗിക്കേണ്ടത്, ഹാർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അല്ല. ഇറ്റ്സ് എ വൈറ്റ് റം ആൻഡ് എ വെരി സ്മൂത്ത് വൈറ്റ് റം. സോ ദാറ്റ്സ് കംപ്ലീറ്റ് അവർ ലിസ്റ്റ് ഓഫ് ദ ടോപ്പ് 10 ലിസ്റ്റ്. സോ ഇനി നമുക്ക് നമ്മുടെ വെടിക്കെട്ട് റെസ്യൂം ചെയ്യാം. ദ ഫൈനൽ റൗണ്ട് മയക്കുവെടി വിത്ത് MD ആൻഡ് ഡ്രൈങ്ങളിൽ പലരും, ഞാനൊരു സർവേ നടത്തിയപ്പോൾ പലരും പറഞ്ഞു ഈ നമ്മുടെ വെള്ളവെടി തന്നെ വേണം എന്ന് പലരും അവകാശപ്പെട്ടു. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം അല്ലെ, സമയം കിടക്കുമല്ലേ. സോ ഇൻ ദ മീൻ ടൈം we are going to finish this video in style just like we always do. The final cheers of the night is here. Cheers. പഴയ ഡ്രങ്കനയ്ക്ക് ഓർമ്മ വരുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ ഡ്രങ്കനെയും മദ്യപാനിയും തിരിഞ്ഞുപോയി ഡ്രങ്കനെയും MDയും ഇതേപോലെ നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും ഇനി അങ്ങോട്ടുള്ള കാലം അത്രയും, അല്ലെ? വേറെ രൂപത്തിലും വേറെ ഭാവത്തിലും, പക്ഷെ ഞങ്ങൾ ഇതേ മുതലിനായിരിക്കും, നമ്മൾ ഇതേ പരിപാടിയൊക്കെ അടക്കം ചെയ്യും, അല്ലെ? സോ പുതിയൊരു ബ്രാൻഡുമായി MD ആൻഡ് ഡ്രങ്കൻ will be joining you in the next video. Hope you're having a good night and see you in the next video. Cheers to you all.